അവസാനം വിളിച്ചിരിക്കുന്നത് പൂജ ബൈജു 2:43. പൂജ ബൈജു ചെമ്പൂർ. ഹസ്ബൻഡിന്റെ പേര് അറിയാൻ അപ്പന്റെ പേര് പറഞ്ഞു കേട്ടോ. പൂജ ബൈജു 2:43. പൂജ ബൈജു 2:43. 2:44. ലീബ നവീൻ 2:44. ഷെറിൻ കുരുവിള. അവളെ വിളിച്ചത് 2:46. സ്റ്റെറിൻ 2:46. അവസാനമായിട്ടുള്ള വിളിയാണ് 2:46. 2:47. കൈപ്പൊക്കെ റിയ 2:47. റിയ ബസായി കുരുവയുടെ അനിയന്റെ മകള് 2:47. സജു 2:50. സജു കലീന 2:50. 46 പോട്ട് 47 3 3000. 47 3 50. 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ. കടന്നു സജു എന്ത് കൈയടിച്ച് ഒരു കൈയടിച്ചുകൊണ്ട് ഇത്ര ആവേശകരമായിട്ട് വിളിച്ചിട്ട് എന്റെ ഏറ്റവും കൂടുതൽ സജു തന്നെയാണ് വിളിച്ചത്. അഭിമന്യ തിരുമേനിയുടെ കയ്യിൽ നിന്ന് സജു ഇത് ഏറ്റുവാങ്ങുന്നത്. സജു സ്കറിയ കലീന. സജുവിന്റെ ആദ്യത്തെ കല്യാണമാണ് ഈ ചർച്ചിന്റെ ആദ്യത്തെ കല്യാണം നടത്തിയത് പുള്ളിയുടെ കല്യാണമാണ് ആദ്യമായിട്ട് ഇവിടെ നടത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവാണ് ഈ കോൺഫിനേഷൻ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് ഈ ലോകത്ത് അമ്മയാണ് മാറ്റപ്പെട്ടു പോയത്. മാമോദീസായും ആദ്യമായിട്ട് ഇവിടെ ചെയ്തത് അദ്ദേഹം രണ്ടാമത് ചെയ്തത്. അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. സാജു ഇന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു. അദ്ദേഹം നല്ല രീതിയിൽ വിളിച്ചു. അതുകൊണ്ട് അഭിമുഖ തിരുമേനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ്. കുമ്പേപ്പറമ്പിൽ വിമൽ എന്ന് പറയും, കുറിച്ചിയിലുള്ള വിമൽ ആണ് ഇത് സ്പോൺസർ ചെയ്തത്. എന്നോട് പറഞ്ഞ് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ വില കൂടാനില്ല. അതേസമയം മുന്നമേ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പറമ്പിൽ കുറിച്ചും അതോടൊപ്പം തന്നെ ഇത് സ്വായത്തമാക്കിയ സജു സ്കറിയ പ്രത്യേകമായി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമേനി, ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇനി ഒരു ചടങ്ങുകളുണ്ട്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അവരൊരു കൈ ഉയർത്താത്ത താമസമേ ഉള്ളൂ. ഫുൾ നെയിമാ പറയുന്നത്, ഫസ്റ്റ് നെയിം അല്ല. ഇങ്ങനെ എങ്ങനെ പേര് ഓർത്തിരിക്കുന്നത്? ഒത്തിരി സന്തോഷം കേട്ടോ. ദീപ എന്നോട് പറയുകയാണ് ഇതിന് നന്ദി പറയുവാനായിട്ട് ഉള്ള അവസരമാണ്. ഇനി സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഏറ്റവും കൂടെ പൊതുവായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ ജൂബിലിയുടെ ആവശ്യം. ഇന്ന് രാവിലെ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ ഈ ജൂബിലിയുടെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി തീരുവാൻ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നാളെ മുതൽ വിശുദ്ധ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ബുധനാഴ്ച മുതൽ തിരുവല്ലായിലെ നമ്മുടെ ജ്ഞാന കൺവെൻഷൻ തുടങ്ങുകയാണ്. അതിന്റെ ഒക്കെ തിരക്കിലും തീർച്ചയായിട്ടും ഈ ബോംബെയിലുള്ള മക്കളെ കാണുവാന്, നമ്മളോടൊത്ത് ചെലവഴിക്കുവാന് മിനിഞ്ഞാന്ന് മുതൽ വെള്ളിയാഴ്ച രാത്രി തന്നെ തിരുവേനി വന്നു. ഇന്നലെ ഫുൾ ഡേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നും ഫുൾ ഡേ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞാൽ തിരുവേനി ഭക്ഷണം കഴിച്ചാൽ ഈ കസേരയിലോട്ട് മാറിയിരിക്കും. ഇത് തീർന്നു കഴിഞ്ഞിട്ട് തിരുവേനി പോകത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തിരുവേനി വളരെ ആത്മാർത്ഥതയോടെ നമ്മളെയൊക്കെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ട കരുതൽ തരികയും ഗൈഡൻസ് തരികയും
ഒക്കെ ചെയ്യുന്ന തിരുമേനിയാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയേണ്ടതായ ആവശ്യമില്ല. കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഇടവകയുടെ പേരിൽ, വ്യക്തിപരമായും ഇടവകയുടെ പേരിലും അങ്ങയുടെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് സത്യത്തിൽ സൂര്യകാന്ത് ജോഷിയെ കുറിച്ചാണ്. അദ്ദേഹം ബഹുബലി സൂര്യകാന്ത് ജോഷി എന്ന് വരാമെന്ന് പറഞ്ഞതായിരുന്നു. ഈ പ്രിമൈസിന്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യം വന്നതുകൊണ്ട് അദ്ദേഹം രാജസ്ഥാനിലേക്ക് പോയി. അതുകൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സോനിയറിൽ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. ഒരു 4 ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. തമ്പിസാർ കൃത്യമായിട്ട് 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ 6 ലക്ഷം രൂപയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്. ആ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ അത് ഫിറ്റ് ചെയ്ത് അഭിമന്യ തിരുമേനി വന്ന് കൂദാശ നടത്തി. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചുള്ള റിട്ടേൺ ടെമ്പോ പോലും ബുക്ക് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ സാധനം തിരികെ കൊണ്ടുപോകാനായിട്ട്. കാരണം നമുക്ക് വീണ്ടും നമ്മൾ കുർബാന നടത്തേണ്ടത് സെന്റ് സേവേഴ്സിൽ തന്നെയാണ്. എന്നാൽ അന്ന് ഇതുപോലൊരു പൊതു മീറ്റിംഗ്, ഒരു പബ്ലിക് മീറ്റിംഗ് നടത്തി ക്ലിമിസ്റ്റേനിൽ സംസാരിച്ചു കഴിഞ്ഞ് ഈ ബഹുബലി സൂര്യകാന്ത് ജോഷിക്ക് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പണം തന്നില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ തരുമെന്ന് എനിക്കറിയാം, ഇവിടെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹത്തെ മറക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കേവലം 6 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ കൊടുത്തിരുന്നത്. ആക്ച്വലി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. പക്ഷെ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ അച്ഛനും ബിജു ഞങ്ങളെല്ലാം കൂടെ പോയത്. ഞങ്ങളൊരു ദിവസം സന്ധ്യയ്ക്ക് എന്ന് സംസാരിച്ചു, എന്താണ് വന്നതെന്നൊക്കെ ചോദിച്ചു. എന്നാൽ ഇവിടുത്തെ ഫ്ലാറ്റിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു. എത്ര രൂപയാണ്? ഒരു 2 കോടി 15 ലക്ഷം രൂപയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് റോജി ഇത് വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, അതിൽ ചീഫ് ഗസ്റ്റ് നിങ്ങളാണ്, തീർച്ചയായിട്ടും ആ ദിവസം ഡയറിയിൽ നോട്ട് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ്. പുള്ളി ചോദിച്ച ഒരു ചോദ്യം അതാണ്, ഹോൾ ചെയ്യുന്ന നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അത് മേളത്തെ ഹോളാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണം കൊണ്ട് ഇന്ന് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമുക്കിത് വളരെ സൗകര്യമായി പ്രായമാർക്കൊക്കെ മുകളിലോട്ട് കയറാതെ ലിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും സൗകര്യമായിട്ടുള്ള ഈ ഹോൾ തന്നു. ഇതിന്റെ എല്ലാ അതോറിറ്റീസിനെയും അദ്ദേഹത്തോടുള്ളതായ നന്ദിയും കടപ്പാടും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതിനുശേഷം കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠനായ വൈദികനാണ്. 2:45 ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നലെയും ഇന്നുമായിട്ട് അവർ നമ്മളോട് നല്ല രീതിയിൽ സംബന്ധിച്ചു. വളരെ നിറഞ്ഞ ഹൃദയത്തിന്റെ അനുഭവത്തിലാണ് അവരും നമ്മളും. എല്ലാവർക്കും കടന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. കടന്നു വരുവാൻ കഴിയാതെ പോയ 2 വൈദികരെയും ഈ തരുണത്തിൽ ഓർക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട സന്തോഷ് അച്ഛനും എത്രയും ബഹുമാനപ്പെട്ട തോമസ് കുട്ടി അച്ഛനും 2 പേർക്കും കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. അവരുണ്ടായിരുന്നെങ്കിൽ ഒരു പൂർണ്ണമായ ഒരു ഒക്ടേവിയൻ അല്ലെങ്കിൽ ഒരു 8ന്റെ അനുഭവം, ഒരു നിറവിന്റെ അനുഭവം ഉണ്ടായതിന്. അതിനൊരു വിഷമം ഇല്ലാതില്ല. അവർ 2 പേരിനോടായ നന്ദിയും കടപ്പാടും എല്ലാവിധമായ ഈ ഇടവകയുടേതായ എല്ലാവിധമായ നന്ദിയും കടപ്പാടും കടന്നു വന്നതിന്റെ സന്തോഷവും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ അവരുടെ തൃപ്പാദങ്ങളിലേക്ക് ഇടവക ഒന്നായി അർപ്പിക്കുകയാണ്. നമുക്ക് കൈയടിച്ച് അവരെ സ്വീകരിക്കാം. പിന്നെ കാലിക്കുപ്പി 2 തീർന്നു. പിന്നുള്ളത് MC ജേക്കബാണ്. ജേക്കോട്ടിച്ചാൻ കടന്നു വരാൻ സാധിച്ചിട്ടില്ല, പ്രായാധിക്യമുണ്ട്. വീട്ടിലെ ജേക്കോട്ടിച്ചാൻ ആദ്യത്തെ ട്രസ്റ്റിക്ക് കടന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട്. പാപ്പച്ചൻ ബ്രദറുടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും മിക്കവാറും എല്ലാ ഓൾട്ടർനേറ്റ് സെക്കൻഡ് സാറ്റർഡേയിലും അദ്ദേഹം നാട്ടിൽ നിന്ന് കടന്നു വരാറുണ്ട്. ഇവിടെ 2ാമത്തെ ശനിയാഴ്ച നടക്കുന്ന ഡേവിഡിൽ മുഖ്യ പ്രാസംഗികനായിട്ട് ഞാൻ ഓർക്കുകയാണ്. 4ാമത്തെ സൺഡേയിൽ നമ്മൾ 4th സൺഡേ പ്രയർ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഷാജി അച്ഛന്റെ കാലത്ത് ഏറ്റവും ആദ്യം വിളിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും ഇവിടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. കടന്നു വന്നതിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ആ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുകയാണ്. പിന്നെ കടന്നു വന്ന അങ്ങനെ ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും കേട്ടിട്ടില്ല. അവൻ കുടുംബമായി കടന്നു വന്നിട്ടുണ്ട്. അവന് കുടുംബമുണ്ട്. ഇപ്പോൾ കുവൈറ്റ് പള്ളിയിൽ ട്രസ്റ്റി ആയിട്ട് അവന് സേവനം അനുഷ്ഠിക്കുന്നു. തോമസ് കുട്ടി അച്ഛൻ പ്രത്യേകമായിട്ട് അവനോട് ഈ ഇടവകക്കാരുള്ള അന്വേഷണങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. അവനെയും പ്രത്യേകിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും, ഇന്നലെ ഞാൻ ഓർത്ത എല്ലാവരെയും, ആരെയും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ നിറഞ്ഞ മനസ്സോടെയാണ് കടന്നു വന്നത്. അത് ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ തന്നെ ബോംബെക്കാരായി ഞങ്ങളെ സ്വീകരിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളും ഇവിടുത്തെ ഗസ്റ്റുകളാകേണ്ടവരാണ്. അപ്പൊ ഞങ്ങളെയൊക്കെ വല്ലപ്പോഴും ഒക്കെ വിളിക്കണം കുറെ നാൾ കഴിയുമ്പോൾ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ
ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി തീരുവാൻ വിശുദ്ധമായ അഞ്ചിന്മേൽ കുർബാനയിൽ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടവക അഞ്ച് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന അനുഭവിക്കുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് തന്ന ഈ നല്ല അവസരത്തെ ദൈവത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരോടുമുള്ളതായ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്നോട് ക്ഷമിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വികാരി അച്ഛന് എന്തിനാ നമ്മൾ പറയുന്നത്? വികാരി അച്ഛൻ നമ്മുടെ പാർട്ടല്ലേ, ഹി ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ചർച്ച്. അതുകൊണ്ട് എല്ലാവരോടുള്ളതായ അതോട് ചേർന്ന് മന്നാവിഷൻ. നമുക്കറിയാം, ഇന്നലെ നമ്മളിത് ഈ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതൽ മന്നാവിഷൻ ഫേസ്ബുക്ക് പേജിൽ ഇത് ലൈവ് പോവുകയാണ്. ഇന്ന് ജോമി എന്നോട് പറഞ്ഞു ഏതാണ്ട് 6000-ന് മുകളിൽ ആളുകൾ ഇതിനോടകം ഇന്നലത്തെ നമ്മുടെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞു. 8000 ആയിരിക്കുകയാണ്. നമുക്ക് ഒന്ന് കൈയെടുക്കത്തില്ലേ? ഒന്നും കൈയെടുക്കുന്നില്ല. അത് സൗജന്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ പണം ഒന്നും കൊടുത്തിട്ടല്ല, അവർ നമുക്ക് സൗജന്യമായിട്ട് വളരെ ഫ്രീ ആയിട്ട് തന്നതാണ്. ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ ഞാൻ തന്നെ ഒരുപാട് പേർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര നല്ലൊരു അനുഭവമാണ്. അതിന്റെ ചെയർമാൻ കുവൈറ്റിലാണ്, പക്ഷെ അതിന്റെ സംഭവം ഇവിടെ ഓടി നടക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാലും എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് സൗണ്ട് ഇല്ല. ഇനി ഇത് കഴിഞ്ഞാൽ അനേക പരിപാടികളുണ്ട്. ആ കൾച്ചർ പ്രോഗ്രാമിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഭക്ഷണം കഴിക്കുക, അവിടുന്ന് നേരെ ഹോളിലേക്ക് കയറുക. ഈ ദിവസം നമ്മുടെ സന്തോഷത്തിന്റെ, നമ്മുടെ ഏറ്റവും ഒരുപോലെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായിട്ട് പിരിയുകയാണ്. ഇതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ഭാഗത്താവുക, ആരും പോകരുത്. ഉച്ചഭക്ഷണത്തിനുള്ള പ്രാർത്ഥന ഇപ്പോൾ അഭിമന്യ തിരുമേനി നടത്തുന്നതാണ്. 3:15 മണിക്ക് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ആരംഭിക്കും. ഇത്രയും നേരം നമ്മളൊരു ഫോർമൽ മീറ്റിംഗ് സെഷനിലാണ് ഇരുന്നത്. അതുകൊണ്ട് ആരും തന്നെ പോകരുത്. ഇത് ആദ്യോടന്തം എല്ലാവരും ഇതിൽ സംബന്ധിക്കണം. ഇപ്പോൾ ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന നടത്തപ്പെടുന്നു. ഞങ്ങളുടെ മനോരഥോടെ സ്തുതിപ്പാനും വന്ദിപ്പാനും ഞങ്ങളുടെ യോഗ്യരാക്കണമേ. ആമേൻ. Silence takes over, saying all we need to say. There's endless possibilities in the moves we can make. Your kiss is giving every indication. If this heart of mine is right, by the time this night is over, the stars are gonna shine on two lovers in love. And when the morning comes, it's gonna find us together in a love that's just begun. By the time this night is over, two hearts are gonna fly to the heavens above. And we get closer and closer and closer by the time this night is over. Let's take a slow and easy ride. Just lay back and let love take us over. There's magic here with you and I, and it's gonna take us all the way. Let's find some kind of deeper conversation. Darling, if it's right, by the time this night is over, the stars are gonna shine on two lovers in love. And when the morning comes, it's gonna find us together in a love that's just begun. By the time this night is over, two hearts are gonna fly to the heavens above. We'll get closer and closer and closer by the time this night is over. A night like this may never come again, and you won't want this night to end. Oh baby, we can have it all.
സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ പൊട്ടിക്കുന്നത്. ജോബി മേലെ സ്റ്റേജിൽ കയറിയിട്ട് ആൻസർ പറയാം. ഇതിന്റെ റൂൾസ് ഇങ്ങനെ സ്റ്റേജ് വന്ന് പറയണം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? സ്റ്റേജ് ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് വെയറിംഗ് ഗ്ലിറ്റർ നെയിൽ പെയിന്റ്? ഗ്രീൻ, ബ്ലൂ നെയിൽ പെയിന്റ്. ആരാണ് ഗ്ലിറ്റർ നെയിൽ പെയിന്റ് അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ എന്ന കളറുകൾ ഇട്ടിരിക്കുന്നത്? നമ്മുടെ റോങ് ചേച്ചി ആദ്യം ചെക്ക് ചെയ്യണം. ഇത് ഗ്ലിറ്റർ ഗ്രീൻ പെയിന്റ് ആണ്, ഫുൾ ഗ്രീൻ ഗ്ലിറ്റർ കളർ. അപ്പോൾ അപ്ലോസ്. അപ്പം നമ്മുടെ ഒരു ചേഞ്ച് ആയി. നമുക്ക് ഓക്കെ, നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 25 വർഷത്തെ ഓർമ്മ പുതുക്കലാണ് നാം ഇപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത്. ആ 25 വർഷത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ഈ ഇടവകയിലുള്ള 25 പേര് ഒരു ഗാനം ആലപിച്ച് ഈ പ്രോഗ്രാമിന് തുടക്കം കുറിക്കുന്നതായിരിക്കും. I would request all the 25 people to please come to the stage. सर ऐसा होगा.
സംവിധാനം ചെയ്യുന്ന എക്സ് മുംബൈയുടെ ബാനറിൽ നിർമ്മിച്ച മുംബൈ ജ്ഞാന ചർച്ച് പിന്നിട്ട നാലുവഴി ഒരു സഞ്ചാരിയുടെ ദൃശ്യാവിഷ്കാരം. അഭിമന്യനായ ആർച്ച് ബിഷപ്പ് സേവ്യറിയസ് വലിയ മെത്രാപ്പൊലീത്ത, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എനിക്ക് 2 ഇടവകയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും 3 ഇടവകയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും എൻ്റെ മാതൃദേവാലയമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന മുംബൈ ദേവാലയത്തിൽ ഈ 25 വർഷത്തെ ജൂബിലി ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ വന്ന് പങ്കെടുക്കുവാനും ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ എക്സ് മുംബൈക്കാർ എല്ലാവരും വന്നിട്ടുണ്ട്. ദൈവം സാധിച്ചതിൽ ദൈവത്തെ മുന്നമേ ബോധപ്പെടുത്തുന്നു. ഇവിടുത്തെ അനുഗ്രഹത്തെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഇമോഷനാവും. ഞാനിപ്പോൾ ഒരു കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2018 വലിയ പെരുന്നാൾ സംബന്ധിക്കാൻ ഞങ്ങൾ വന്നപ്പോൾ ഇതിന്റെ ജൂബിലി ആഘോഷത്തെ പറ്റി ചിന്തിക്കുവാനുള്ള അവസരം ലഭിച്ചു. അന്ന് ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചു, ഈ ഇടവകയുടെ 25 വർഷം പിന്നോട്ടുള്ള യാത്ര ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ചിത്രീകരിക്കാം. അതിനായിട്ട് ഞാൻ ജിനു അച്ഛനുമായിട്ട് ആലോചിച്ചു. ജിനു അച്ഛൻ ഈ അരവരം കിന്നരം എന്ന് പറഞ്ഞോളൂ, ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിനു അച്ഛൻ അതിന് ഡബിൾ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് പറയും ആശയത്തിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് മുംബൈ ഇടവകയില് എല്ലാവർക്കും പ്രിയപ്പെട്ട സായെന്ന് പേരുള്ള പൂവെന്ന് വീട്ടുപേരുള്ള സന്തോഷ് കുര്യക്കലിനെ വെച്ച് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം അല്പസ്വല്പം ടൂർ ഓപ്പറേറ്റർ ഒക്കെ ചെയ്യുന്ന ഒരു സഞ്ചാരിയാണ്. അപ്പോൾ ഞങ്ങൾ സന്തോഷ് കുര്യക്കലിനെ ഞങ്ങളെ സമീപിച്ചു. യാതൊരു മടിയില്ലാതെ സന്തോഷായന അത് ഏറ്റെടുത്തു. ഞങ്ങളിത് ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് ഒരു സഞ്ചാരി തന്റെ 25 വർഷത്തിൽ പിന്നിട്ട യാത്രകൾ ഞങ്ങൾ അനാദരവ് കാട്ടുന്നില്ല, ഹാസ്യമാണ്. നമ്മുടെ ഇവിടെയുള്ള മെമ്പേഴ്സ്, പഴയ മെമ്പേഴ്സിനൊക്കെ അവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാതെ വരുവാണെങ്കിൽ അവരുടെ മുഖത്തോ അല്ലെ ഈ ഇരിക്കുന്ന അച്ഛന്മാരുടെ മുഖത്തോ നോക്കിയാൽ മതി, അവർക്കത് മനസ്സിലാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ പരിപാടിയിലേക്ക് കിടക്കുന്നു. അത് ബാക്കി സ്ക്രീനിൽ കാണുന്നതായിരിക്കും. ാലും സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ഞാൻ യാത്ര ആരംഭിച്ചത്. തലേ ദിവസം നന്നേ വൈകി ഉറങ്ങിയതിനാലും പുലർച്ചെ നേരത്തെ ഉണർന്നതിനാലും ട്രെയിനിൽ കയറിയ ഉടനെ ഞാൻ മയക്കത്തിന്റെ ആലസ്യത്തിലേക്ക് ആണ്ടുപോയി. ആരോ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതായ കല്യാൺ സ്റ്റേഷനിലെത്തി. അപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റും ആയിരുന്നു. ട്രെയിനിന്റെ ഇടതുവശത്തു കൂടി ഞാൻ എൻ്റെ തല തിരിച്ച് വെളിയിലേക്ക് നോക്കിയപ്പോൾ എന്നിൽ അത്ഭുതമുളവാക്കി. വീണ്ടും വീണ്ടും നോക്കുവാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹത്തിന്റെ വേലിയേറ്റത്തിന് തിരയിളക്കമുണ്ടായി. ഗതകാല സ്മരണയിൽ ആണ്ടുപോയ പഴയ തീവണ്ടിപ്പാളത്തിൽ പ്രഭാതകൃത്യം നിർവഹണത്തിനായി അക്ഷമരായി ഒരു സർക്കസുകാരന്റെ അഭ്യാസ മികവിൽ നിരനിരയായി കുഞ്ഞുകുട്ടി ആപാലവൃത്തം ഇരിപ്പുണ്ടായിരുന്നു. ചിലർ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അവർ ചിരിച്ചതല്ല, തലേ ദിവസത്തെ ഭക്ഷണത്തിൽ കലർന്ന എരിയുടെയും പുളിയുടെയും അനന്തരഫലത്തിൽ അവർ അറിയാതെ മുഖത്ത് മിന്നിമറയുന്ന നവരസങ്ങളായിരുന്നു അത്. തിടുക്കത്തിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഞങ്ങളെ സ്വീകരിക്കാൻ എത്തിയത് 1960 കാലഘട്ടത്തിലെ സോമാലിയൻ യുവാക്കളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മെലിഞ്ഞുണങ്ങിയ ശരീരവും ഉന്തിയ കണ്ണുകളും ഒട്ടിയ വയറുമായി തെറുപ്പ് പീടിയിൽ നൂല് കിട്ടി മുറുക്കിയതുപോലെ ഉണങ്ങിയ ശരീരം പാൻസിൽ തിരികെയുന്ന ഏതാനും ചെറുപ്പക്കാരും ഒപ്പം പുസ്തകത്തിൽ വായിച്ച നായിത്തോമായ അനുസ്മരിപ്പിക്കുന്ന സംഭാഷണങ്ങളൊക്കെയും ജിനുവച്ചന്റെയും കൂടെ സംഭാവനയാണ്. പിന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ജോബിൻ കട്ടപ്പന, എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി. What a video. It was really a nostalgic moment. നമ്മൾ എല്ലാവരും ഒരു പഴയ കാലത്ത് നിന്നൊരു റൈഡ് ആയിരുന്നു ഇത്. ആരാധന ഗീതം ചെക്ക്, പുരാതന ഗീതം ചെക്ക്, बॉलीवुड डांसिंग अरे डबल चेक, प्रसंगम अरे चेक. और भी कुछ बाकी है क्या अभी? अरे और से एक सीक्रेट टैलेंट है उसके पास. सो अपना सीक्रेट टैलेंट लेकर आ रही है our own special नेहल मैथ्यू. Can we have a huge round of applause for her?
സർപ്രൈസ് ഇവന്റ് ഉണ്ടായിരിക്കുകയായിരുന്നു. സോ പ്ലീസ് ഡോണ്ട് ലീവ് യുവർ സീറ്റ്സ്. അത് എപ്പം വേണമെങ്കിലും സംഭവിക്കാം. അടിപൊളി ഇവന്റ് ആയിരിക്കും. യു ഓൾ വോണ്ട് റിഗ്രറ്റ് വാച്ചിങ് ഇറ്റ്. അപ്പോൾ ചലോ യാർ, നമ്മൾ എല്ലാവർക്കും വേണ്ടി ഗെയിം ഒക്കെ നമുക്കൊരു ഗെയിം കളിക്കാം. ഓക്കെ, ഞാനൊരു ഹുക്ക് സ്റ്റെപ്പ് കാണിക്കാം ഒരു പാട്ടിന്റെ, നിങ്ങൾ ഗസ് ചെയ്യൂ അത് ഏത് പാട്ടാണ്. ഓക്കെ? जॉन अब्राहम नहीं, सनी डियोल 2.5 किलो का हाथ. ഓ അതൊന്നും അല്ല, ഇത് നമ്മുടെ ഡോളാരെ ഡോളാരെ ഡോളാരെ. ഇതിന്റെ ഡോള ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുവോ? रोशन 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 रहने दे यार, तेरी बस की बात नहीं है. For a beautiful dance performance. Clap guys, clap clap.
എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. അത് പിന്നെ നമുക്ക് നീമയുടെ മുഖം കണ്ടാലേ അറിയാലോ. നീമ പാർലറിൽ പോയിട്ടേ ഇല്ല. നീമയ്ക്ക് പാർലർ എന്താന്ന് പോലും അറിയത്തില്ല. അതൊക്കെ വീട്. പക്ഷെ നേഹ, ഇന്ന് റോഷന്റെ മുഖം നല്ല ഗ്ലോ ആണല്ലേ. റോഷൻ, വാട്ട്സ് ദ സീക്രട്ട് യാർ? ഞങ്ങള് ബോയ്സിന് ഒരു പാർലർ ഒഴുകും പോണ്ട അല്ലേ ബോയ്സ്? ഞങ്ങൾക്കൊക്കെ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ. ഈ മുടിയെ, ഈ താടി, അതൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാ. നിങ്ങളുടെ 2-3 മണിക്കൂർ പാർലറിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. അതാണോ? ഓക്കെ, നമുക്ക് അനിതാന്റിനൊന്ന് ചോദിക്കാം. അനിതാന്റിയെ ആക്ച്വലി ഇന്നലെ ഒരു ക്ലീനപ്പിന് പോയായിരുന്നു. ഇത്രേ ഉള്ളൂ, ബാക്കി നമ്മള് മാത്രമല്ല ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആന്റിമാരും മൊത്തം ബ്യൂട്ടി, ഇന്നലെ ബസ് പിടിച്ച് ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരിമാരായിട്ട് വന്നിരിക്കുക. സോ നമ്മുടെ അടുത്ത പെർഫോമൻസിന് വേണ്ടി നമ്മള് കുറെ അങ്ങ് ദൂരെ ദൂരെ ദൂരയിൽ നിന്ന് വന്നിരിക്കുന്ന കുറെ കോട്ടയത്തെ അച്ചാച്ചിമാരെ ക്ഷണിച്ചു കൊള്ളുന്നു. Thank you.
സൗണ്ട് കൂട്ടി അവർ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു പള്ളിയിലെ ടെറസിൽ. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് പെർഫോമൻസ്. അപ്പം once more നമുക്ക് ഭയങ്കര ഇവന്റ്സ് ആയിരുന്നു. യെസ്, ഇവന്റ്സ് കഴിഞ്ഞ് അടുത്ത സൺഡേ ഒരു പെർഫോമൻസ്. ഇതൊക്കെ കഴിച്ച് ഇച്ചിരി ഇങ്ങനെ എല്ലാവരും ഇച്ചിരി ഒന്ന് ലേസി ആയിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഉഷാറാണ്ട്. സോ ലെറ്റ്സ് പ്ലേ എ ബ്രോഡ് പ്രൈസ്. ആദ്യത്തെ എല്ലാവരും റെഡിയാണോ? ക്വസ്റ്റ്യൻ പറയുവാണ്. റൂൾസ് അറിയാലോ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ റൂൾസ്. ആര് ആദ്യം വരുന്ന സ്റ്റേജിൽ അവർക്ക് മാത്രമേ ഉള്ളൂ പ്രൈസ്. സ്റ്റേജിന്റെ നിയർ ബൈ വിസിനിറ്റിയിലുള്ളവർക്ക് പ്രൈസ് ഇല്ല. ഓക്കെ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ക്യാരിങ് മാക്സിമം മണി ഇൻ ക്യാഷ് അറ്റ് ദ മൊമെന്റ്? ആടുവയിലാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ആയിട്ട് കാശ് ഇവിടെ ഉള്ളത്. സ്വന്തം കാശ്. സ്വന്തം കാശ്. അത് സ്വന്തം കാശാണ്. ആരുമല്ല, സ്വന്തം കാശാണ്. വേറെ ആരുമില്ലേ? വേറെ ആരുമില്ലേ? അപ്പൊ അങ്കിള് ആദ്യം വന്നിരിക്കുന്ന ചാർലി അങ്കിള്. നമുക്ക് നോക്കാം എത്ര ക്യാഷ് ഉണ്ട്. 2000, 4000, 5000, 6000, 7000, 7500. അയ്യോ, ഇനിയുണ്ട്. വെയിറ്റ് ചെയ്യ്. 7500. 8000, 8200. 8200 in hand. ഇല്ല, പറ്റത്തില്ല. സ്റ്റേജിൽ വരണം. അവർ ആദ്യം ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഓടി വരണം. അപ്പം അങ്കിൾ അപ്പം നമ്മുടെ പ്രൈസ് ആണ് ചാർലി അങ്കിളിന്. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ്. ബിജു അങ്കിളെ പിടിച്ചോണം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു റിഡിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. I am tall when I am young. I am tall when I am young and I am short when I am old. What am I? ഓടി വാ സ്റ്റേജിൽ ഓടി വരണം. വെയിറ്റ്. So we have our winner. പേരെന്തോ? മെൽവിൻ ആണ് നമ്മുടെ വിന്നർ. ആദ്യം വന്ന് ഇതൊക്കെ പോട്ടെ, ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ആൻസർ അറിയാമായിരുന്നു. പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ഗോട്ട് മാക്സിമം കളർഫുൾ ഹെയർ പിൻസ്? മാക്സിമം കളർഫുൾ ഹെയർ പിൻസ്. കളർഫുൾ ആയിട്ടുള്ള ഹെയർ പിൻസ്. ഓടി വരൂ. ആരെങ്കിലും ഉണ്ടോ? കളർഫുൾ ഹെയർ പിൻസ്. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഹെയർ പിന്നാ ഒരു കൈ കൊടുത്തേ. നമ്മുടെ പബ്ലിസിറ്റി ടീം നമ്മുടെ ഈ 25 years ജേർണിയുടെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ മിസ്റ്റർ ആശീഷ് മോനെ അവനെ ഉണ്ടാക്കിയ വീഡിയോ. നമുക്കതൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണാം. പള്ളിക്കാർക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി എത്ര വലിയ വഴക്കളിയാണ്. അത് പണ്ട് എന്നെക്കാളും വഴക്കാളിയായാലും തല്ലിപ്പൊളിയായാലും ഇവിടെ ഡാൻസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് അവരുടെ ഡാൻസ് കാണാം. അപ്പം നമ്മുടെ അടുത്ത പെർഫോമൻസ് സ്റ്റേജ് പൊളിച്ചെടുക്കാനായിട്ട് വരുന്നു നമ്മുടെ സ്വന്തം തല്ലിപ്പൊളികൾ. Can we have a huge round of applause? നിനക്ക് ഡാൻസ് അറിയോ? ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്.
ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇപ്പഴത്തെ പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായത് രാജാവത്തേണ്ടി. അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴാ 10-35 വേറെ. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി പൊടി. പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ണണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണ് നീ, നടുക്കിരുന്നവളാണ് നീ. പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ണണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്ന
നീയല്ലേ അയ്യോ ഇത് ഓടിച്ചല്ലോ എന്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. നീ ഒരു ഫ്ലവർ കൊണ്ട് കൊണ്ടുവന്നായിരുന്നു. ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ തല്ലിപൊളി കളിച്ചിന്റെ. അപ്പം അടുത്ത ഇവന്റ് ഇച്ചിരി ഡിലേ. Whose specs frame is red color? ആരുടെ സ്പെക്സ് ആണ് ഇവിടെ റെഡ് കളറിന്റെ Red color frame ഉള്ള specs. ഉള്ള ആൾക്കാർ ഓ ഓ നമ്മുടെ അനിക്കാണ് ആദ്യം ഇവിടെ വന്ന റെഡ് സ്പെക്സ്. അനിക്കയ്ക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഒരു കൈ കൊടുത്തേ. ഓക്കെ, നെക്സ്റ്റ് ഒരു റിഡിലാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണ്. റിഡിൽ. വാട്ട് മന്ത് ഓഫ് ദി ഇയർ ഹാസ് 28 ഡേയ്സ്? ഏത് മാസത്തിനാണ് 28 ദിവസമുള്ളത്? ഇത് വന്ന് പറയണം. ഫെബ്രുവരി. അതൊരു റോങ് ആൻസർ ആണ്. സോറി, റോങ് ആൻസർ. ചാൻസ് ഉണ്ട്. ഏത് മാസം? എല്ലാ മാസവും. സോറി, ജോബി പറഞ്ഞു. ജോഫിയാണ് ആദ്യം എത്തിയത്. ജോബിക്ക് തന്നെ സെക്കൻഡ് ഇല്ല, ഇതിന് ഫസ്റ്റ് പ്രൈസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കൈ കൊടുത്തേ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് ക്യാരിങ് ദ ബിഗസ്റ്റ് ഫോൺ ഇൻ സൈസ്? ഏറ്റവും വലിയ സൈസ് ഫോൺ. ഇത് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. 2-3 പേര് വന്നാൽ നമ്മൾ മെഷർ ചെയ്യും. ഒരാള് വന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ? അടുത്ത ഫോൺ വന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ഫോൺ ഓടി വരുന്നു. ഞാൻ എന്റെ ഫോൺ കൂടി കൊണ്ടിട്ട് വേണ്ട, നീ ഓക്കെ മതി. ഇനി നമ്മൾ നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആരുടെ ഇത് രണ്ട് സെയിം സൈസ് ആണ്. പിടിച്ചേ. എല്ലാ ഫോണും സെയിം സൈസ് ആണല്ലോ. പണി പാടിയോ? ഇത് ഇച്ചിരി വലുതാ. അപ്പൊ ഇത് രണ്ട് മാറ്റിക്കോ. രണ്ട് ഏത് ഫോൺ? സോ സോറി. അപ്പൊ ഈ ഫോണിനെ കമ്പീറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഫോൺ ഉണ്ടോ? ഇത് ഓൾമോസ്റ്റ് സെയിം ആ. നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഫോൺ ഉണ്ടോ? ആ, ഇത് ഇച്ചിരി വലുതാന്ന് തോന്നുന്നു അല്ലേ? ഇത് ഇച്ചിരി വലുതാ. അപ്പൊ ഈ രണ്ട് ഫോണും തോറ്റുപോയി. ഈ ഫോണിനെ കമ്പീറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഫോൺ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഈ ഫോണാണ് പ്രൈസ് മേടിച്ച് മെൽവിന്. ഒരു കൈയ്യടി കൊടുത്തേ. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യനോടും കളിക്കാം. ഒരു ക്വസ്റ്റ്യനോടും. ഹൂ ഹാസ് ഗോട്ട് മാക്സിമം കോയിൻസ്? കോയിൻസ് ആരുടെ ഏറ്റവും കൂടുതലുള്ളത്? കോയിൻസ്, ചില്ലറ. ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചില്ലറക്കാരൻ? ഓടി വരൂ. കോയിൻസ് ആരെങ്കിലും ഉണ്ടോ? ചില്ലറയില്ല. അയ്യോ, വേറെ ആരെങ്കിലും ഉണ്ടോ? കോയിൻസ് ചില്ലറ ചില്ലറയില്ല ആരുടെയിലും. ഈ മോനെ 2 പ്രൈസ് ഓൾറെഡി പോയി കഴിഞ്ഞു. അതുകൊണ്ടാ. മതി, സ്റ്റോപ്പ്, കഴിഞ്ഞു. നമുക്ക് എണ്ണാം. ബിപിൻ അച്ചാച്ചൻ 1 2 3 4 5 6 7 8 9 10 11. ബിപിൻ അച്ചാച്ചൻ 11 കോയിൻസ് ഉണ്ട്. 1 2 3 4 5 6 7 8 9. അപ്പൊ 9 കോയിൻസേ ഉള്ളൂ.
നെക്സ്റ്റ് ഓ 1 2 3 4 5 6 7 8 9 10 11 12 13 coins ശില്പയ്ക്ക്. നെക്സ്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രേ ഉള്ളൂ. ഇല്ല. അപ്പൊ ബിജുങ്ങളെ അപ്പൊ നമ്മുടെ പ്രൈസ് ആണ് ശില്പ ജേക്കബ്. ശില്പ ബിജു സോറി കൈയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചില്ലറ खेलते बैठे हो क्या यार? रुक ना यार, बहुत कंपटीशन है यहाँ पे. अगले साल के लिए अभी से प्रैक्टिस करना पड़ रहा है. നമ്മൾ ഇന്ത്യയില് ഈ നവരാത്രിയുടെ സമയത്തൊക്കെ ഈ ഡാൻഡിയ എന്ന് പറഞ്ഞ ഒരു കളി കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഡാൻഡിയ എന്തുവാന്ന് അറിയാം. പക്ഷെ ആരെങ്കിലും ക്രിസ്തീയ ഗാനത്തിൽ ഒരു കോലടി പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പെർഫോമൻസിനുള്ള നമ്മുടെ ന്യൂ ജനറേഷൻ അച്ചായത്തിമാരിന്. So we welcome all the beautiful ladies for the Koladi performance. Let's give them a round of applause.